മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, റമദാൻ വന്നാൽ നമുക്ക് 3 കാര്യങ്ങൾ അധികരിക്കാൻ കഴിയണം. 3 കാര്യങ്ങൾ നമുക്ക് കൂടണം. ഒന്ന് അൽ-ഈമാൻ, ഈമാൻ കൂടണം. നമ്മുടെ ഈമാൻ ഇതുവരെ ഇല്ലാത്ത ഒരു ഈമാൻ ഇങ്ങനെ കൂടിയെന്നറിയാം. നിസ്കാരം സമയബന്ധിതമായി അവന്റെ ഫറളടക്കമുള്ളത് ജമാഅത്തായി അവന് പങ്കെടുക്കും. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പറ്റുന്നതൊക്കെ അവൻ ചെയ്യും. അവന്റെ ഈമാൻ അങ്ങനെ അധികരിക്കുന്നതായിരിക്കണം ഒരു റമദാൻ. 2 അൽ അമൽ, അതുപോലെ തന്നെ ധാരാളം സുഹൃതങ്ങൾ. ഈമാൻ കൂടിയാൽ എന്തായിരുന്നാലും അമലു സ്വാലിഹാത്തുകൾ കൂടും. ളുഹാ നിസ്കരിക്കാത്തവൻ ളുഹാ നമസ്കാരം തുടങ്ങും. തഹജ്ജുദ് നമസ്കരിക്കാത്തവൻ തഹജ്ജുദ് നമസ്കാരം ആരംഭിക്കും. ദിക്റുകളും സ്വലാത്തുകളും ദാനം ചെയ്യലിലും അടക്കമുള്ള ധാരാളം മടിച്ച പിന്തിരിഞ്ഞ് നടന്നിരുന്ന ഒഴിവാക്കി വെച്ചിരുന്ന സുന്നത്തുകളെ മുഴുവൻ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് റമദാൻ അധികരിപ്പിച്ചു കൊണ്ടുപോകണം. 3 അൽ ഇൽം, നല്ല ഒരു പിടി അറിവുകൾ ശേഖരിക്കാൻ റമദാൻ അവനെ കൊണ്ട് പറ്റണം.